എന്താണ് ഇപ്പോൾ ഈ മുടിയുടെ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്? എന്താണ് അതിൻ്റെ ആധികാരികമായി നമ്മൾ അറിയേണ്ടത്? എന്തുകൊണ്ട് പ്രവാചകൻ്റെ മുടിയെപ്പറ്റി നമ്മൾ വിമർശിക്കുന്നു? അത് ഏതെങ്കിലും ഒരു വ്യക്തി കൊണ്ടുവന്നു എന്ന് പറഞ്ഞത് കൊണ്ടാണോ? അല്ല, മറിച്ച് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രവാചകൻ്റെ മുടിക്ക് മഹത്വമുണ്ട്, ആ പ്രവാചകൻ്റെ വടിക്ക് മഹത്വമുണ്ട്, ആ പ്രവാചകൻ്റെ വസ്ത്രത്തിന് മഹത്വമുണ്ട്, ആ പ്രവാചകൻ്റെ മോതിരത്തിന് മഹത്വമുണ്ട്. പക്ഷേ അതൊന്നും ഇന്ന് മാർക്കറ്റിൽ ലഭ്യമല്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്ന് ആ മുടിയില്ല, ആ വടിയില്ല, ആ കുടയില്ല, ആ പ്രവാചകൻ സഞ്ചരിച്ച വാഹനമില്ല, ആ പ്രവാചകൻ ധരിച്ച മോതിരമില്ല. അങ്ങനെ മഹാനായ പ്രവാചകൻ്റെ സ്വഹാബത്ത് ആ മുടി ഏറ്റുവാങ്ങിയിരുന്നു. നമുക്ക് വായിക്കാൻ സാധിക്കും. ഹുദൈബിയ സന്ധിയിൽ പ്രവാചകൻ അവിടെ ഉംറ ചെയ്ത് അദ്ദേഹം മുടി കളയുന്ന നേരത്ത് സ്വഹാബത്ത് ആ മുടി സ്വീകരിച്ചു. മഹാനായ പ്രവാചകൻ്റെ മുടി സ്വീകരിച്ചു. പ്രവാചകൻ്റെ ചെരുപ്പ് അനസ് ബിൻ മാലിക് എന്ന് പറയുന്ന പ്രവാചക വൃത്യൻ്റെ കൈകളിൽ ഉണ്ടായിരുന്നു. പ്രവാചകൻ്റെ മോതിരം ഉസ്മാൻ അഫ്ഫാൻ്റെ കൈകളിൽ ഉണ്ടായിരുന്നു. വടിയും ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ തന്നെ പിൽക്കാലത്ത് നഷ്ടപ്പെട്ടു പോയി. അതാണ് ചരിത്രം പറയുന്നത്. ഇന്ന് അങ്ങനെ ഒന്നുമില്ല. എന്തുകൊണ്ട് ഉണ്ടായില്ല നമ്മൾ അതാണ് നമ്മൾ അതിൻ്റെ യുക്തി മനസ്സിലാക്കേണ്ടത്. പ്രവാചകൻ്റെ മുടിയോ വടിയോ മോതിരമോ ഒന്നും ഒരു സമൂഹത്തിന് ബർക്കത്തെടുക്കുന്ന ഒരു വിഷയമായി അല്ലാഹു തആല കൽപ്പിച്ചിട്ടില്ല, മഹാനായ പ്രവാചകനും പറഞ്ഞിട്ടില്ല. അതാണ് അതിൻ്റെ കാരണം. പ്രവാചകൻ്റെ മുടി ലോകാവസാനം വരെ നിലനിൽക്കണമെന്ന് പ്രവാചകൻ ആഗ്രഹിച്ചില്ല. പ്രവാചകൻ്റെ വസ്ത്രം അങ്ങനെ നിലനിൽക്കണമെന്ന് പ്രവാചകൻ ആഗ്രഹിച്ചില്ല. അദ്ദേഹത്തിൻ്റെ ഭൗതികമായ ഒന്നുകൊണ്ടും മുസ്ലിം സമൂഹം ബർക്കത്തെടുക്കണമെന്നോ അതൊരു സുന്നത്തായ പുണ്യകർമ്മമാണെന്നോ ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ആ വസ്തു ലോകാവസാനം വരെ നിലനിൽക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് നമ്മൾ അന്വേഷിക്കേണ്ട കാര്യവുമില്ല.